Hi friends, welcome to Tastyqueens. ഇന്ന് നമുക്കൊരു ബനാന ബ്രെഡ് ഉണ്ടാക്കാം. നല്ല നട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ലപോലെ പഴുത്ത 2 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2-3 പഴം എടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. ഒരു ചെറിയൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് കലക്കിയ ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1/2 കപ്പ് ഷുഗർ. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ വനില എസൻസും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമൊന്നും പോകാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ബ്രെഡിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഞാനിവിടെ ഒരു 1/2 കപ്പ് നട്ട്സാണ് എടുത്തിരിക്കുന്നത്. കാഷ്യൂ, ബദാം, പിസ്ത, പീനട്ട് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ നട്ട്സിന് പകരം ചോക്ലേറ്റ് ചിപ്സ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും. അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയോ ഏത് ചേർത്തിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള നട്ട്സിന്ന് പകുതി ഭാഗം ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ട്രേയിൽ കുറച്ച് ബട്ടറൊക്കെ പുരട്ടിയിട്ട് കുറച്ച് പൊടി തൂവിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഇതിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ എപ്പോഴും കൂടുതൽ പഴുത്തിട്ട് നമ്മളത് എടുത്ത് കളയുക ചെയ്യുക. അപ്പോൾ അങ്ങനെ നല്ല പഴുത്തിട്ട് ഉള്ള പഴമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡാണ്. ഇത് നന്നായിട്ടൊന്ന് ഈ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എയർ ബബിളൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ നട്ട്സ് കൂടി ഇതിൻ്റെ മീതെ എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റാണ് ഞാനിവിടെ വെക്കുന്നത്. പ്രീഹീറ്റ് ആക്കിയിട്ട് നമുക്കിത് ഈ ട്രേ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊരു നൈഫോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് പാകത്തിനായി കിട്ടിയിരിക്കുന്നു. അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു നട്ട്സ് ബനാന ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല തണുത്ത ശേഷം നമുക്കിത് മറ്റൊരു ട്രേയിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ നമുക്ക് മാറ്റാം. നല്ല തണുത്ത ശേഷം മാത്രമേ മാറ്റാവൂ കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് Tastyqueens.